മിസ്റ്റേക്ക് എങ്കിലും ഗൈഡൻസിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ എനിക്ക് പുരോഗതി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കാര്യം. ഇതൊരു ഫയൽ റീഡിംഗ് ആണ്. ഞാൻ 2 ഫയൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പൊ ഫയൽ 1ന്റെ റീഡിംഗ് നമുക്ക് നോക്കാം. കാർഡ്സിനനുസരിച്ച് ഏഞ്ചൽസ് ഇതാണ് പറയുന്നത്. ഇപ്പോഴത്തെ കറണ്ട് ജോബിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ അതിൽ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ബിസിനസ്സിൽ അല്ലെങ്കിൽ ജോബിൽ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അവരതിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് വളരെ മോശമായിട്ടാണ് ഇതുവരെ പെരുമാറി പോന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ജോലിയിൽ തുടരാൻ താല്പര്യമില്ല. നിങ്ങൾ പുതിയൊരു ജോലിയിലേക്ക് പോകുന്നതായിട്ടാണ് കാർഡ് സൂചിപ്പിക്കുന്നത്. ഈ ജോലി വേണ്ടാന്ന് വെച്ച്, ഈ ജോലിയിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാം വേണ്ടാന്ന് വെച്ച് നിങ്ങൾ മറ്റൊരു ജോലിയിലേക്ക് പോകാനാണ് സാധ്യത എന്നാണ് കാർഡ് കാണിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏഞ്ചൽസിന്റെ ഗൈഡൻസ് ഈ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ തീരുമാനത്തിനോട് അവർ പൂർണ്ണമായും യോജിക്കുന്നു. നിങ്ങളുടെ തീരുമാനമാണ് ശരിയായിട്ടുള്ള തീരുമാനം. അതായത് ഇവിടുന്ന് വിട്ടുപോകാനുള്ളത്. നിങ്ങൾക്ക് ഇവിടെ തുടരേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് വിട്ടു പോകുന്നതാണ് നല്ലത് എന്നുള്ളത് തന്നെയാണ് ഏഞ്ചൽസിന്റെ ഗൈഡൻസും പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഫയൽ 1ന്റെ റീഡിംഗ്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം റെസൊനേറ്റഡ് ആയി എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. ഇനിയും ഇതുപോലത്തെ പല ടോപ്പിക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇനി പുതിയൊരു ടോപ്പിക്കായി വരുന്നത് വരേക്കും ബൈ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ഫയൽ 2ന്റെ റീഡിംഗ് നമുക്ക് നോക്കാം. കാർഡ്സിനനുസരിച്ച് ഏഞ്ചൽസ് ഇതാണ് പറയുന്നത്. ജോലി സ്ഥലത്ത് നടക്കുന്ന എന്തോ കാര്യങ്ങൾ നിങ്ങൾ പുറത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നല്ലോണം ശത്രുക്കളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓഫറായിട്ടാണ് അവർ വന്നേക്കുന്നത്. നിങ്ങൾ ഈ ഓഫർ സ്വീകരിക്കുന്നതിനായിട്ട് അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. അവർക്കറിയാം നിങ്ങൾക്ക് പുറത്ത് നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടെന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഈ ഓഫർ സ്വീകരിക്കാണ്ട് അവരെ തിരസ്കരിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇക്കാര്യത്തില് ഏജൻസിന്റെ ഗൈഡൻസ് ഇതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസ് ഉണ്ട്, നിങ്ങൾക്ക് ഓരോ കഴിവുകളുണ്ട്. ആ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾ വേറെ മറ്റൊരു ജോലി ചെയ്യുകയോ ബിസിനസ് ചെയ്യുകയോ അങ്ങനെ മറ്റൊന്നിലേക്ക് മാറാനായിട്ടാണ് ഏജൻസി നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് തരുന്ന ഓഫർ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങളെ വെറുതെ പറ്റിക്കുകയല്ലേ. നിങ്ങൾക്ക് വലിയ കാര്യമായ ഗുണമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ അവിടെ കണ്ട കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, പുറത്ത് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. നിങ്ങളത് പറയുകയും വേണം, അത് വെളിപ്പെടുത്തുകയും വേണം. എന്നാലാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയുകയുള്ളൂ. നിങ്ങളുടെ മേത്തുനിന്ന് അവർ ചാരുന്ന കുറ്റങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാനും അതിൽ കൂടെ പറ്റുള്ളൂ. അപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പുറത്ത് പറയണം എന്നുള്ളത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. അവർ തരുന്ന ഓഫർ സ്വീകരിക്കേണ്ട കാര്യമില്ല. കാരണം അത് വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല. അവർക്ക് നല്ല മെച്ചം ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ഒരു മെച്ചം ഉണ്ടാവില്ല. അപ്പൊ ഇത്രയാണ് ഫയൽ 2ന്റെ റീഡിംഗ്. എവിടെയെല്ലാം റെസൊനേറ്റഡ് ആയി എന്നുള്ളത് ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തണേ. ഇതുപോലുള്ള റീഡിങ്സിന് കൂടുതലായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഇത് മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങൾക്ക് വല്ല ടോപ്പിക് സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഇനി മറ്റൊരു റീഡിംഗ് ആയിട്ട് വരുന്നത് വരേക്കും തൽക്കാലം ബൈ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.